കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ആർക്കും വേണ്ടി ജാമ്യം നിൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാരണം നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവർ നമ്മളെ മുതലെടുക്കുകയാണെങ്കിലോ? എന്നെ മുതലെടുത്ത് ആരാന്നറിയാമോ? എൻ്റെ ഹസ്ബൻഡ് തന്നെ. ഞാൻ 2017 ഡിവോഴ്സിന് കൊടുത്തതാണ്. പിന്നെ ഡിവോഴ്സിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയപ്പം ഈ പുള്ളി തിരിച്ചു വന്നു. കൊച്ചിനോട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടിച്ച് ഇയാൾ തിരിച്ചു വന്നായിരുന്നു. അപ്പം ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് അയാൾ തിരിച്ചു വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അയർക്കുന്നം പോലീസ് തൊട്ടയ്ക്കാടുള്ള എൻ്റെ വീട്ടിൽ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അന്ന് ഞാൻ നിൽക്കുന്ന നിപ്പിൽ ഇയാൾക്ക് വേണ്ടി ജാമ്യം നിന്നു. എങ്ങനെയെങ്കിലും ഇറക്കണമല്ലോ. ഞാനും നിന്നു, എൻ്റെ ഒരു ഫ്രണ്ടും നിന്നു. പുള്ളിക്കും വന്നിട്ടുണ്ട് ഇതുപോലെ ഇത്രയും പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? എന്നിട്ട് അന്ന് ഏറ്റുമാനൂർ കോർട്ടിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, നമ്മൾ ജാമ്യം നിന്നതൊക്കെ. എന്നിട്ട് ഏറ്റുമാനൂർ കോർട്ടിൽ ഇയാൾ ഹാജരാകാത്ത കാരണം, ഈ മജൂസി മാത്യു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഹാജരാകാത്ത കാരണം ഒരു ദിവസം ഞാൻ പോയി ഹാജരായി. എന്നിട്ട് ഞാൻ ജഡ്ജിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ്, എനിക്ക് വയ്യാത്തതാണ്, എൻ്റെ കയ്യിൽ ഇത്രയും പൈസയൊന്നും ഇല്ല, എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞിട്ട് യാതൊരു നിവൃത്തിയില്ല. പുള്ളി കുറച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സെഷൻസിൽ, നമ്മുടെ കോട്ടയം സെഷൻസിൽ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് അഡ്വക്കേറ്റ്, പുള്ളിയെ പോയി കണ്ട് പുള്ളിയുടെ കയ്യിൽ ഞാൻ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളി വാദിച്ച് എനിക്കിപ്പോൾ അത് കുറച്ച് ഇളവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു 30,000 രൂപ നമ്മളിപ്പം അടച്ചാൽ മതി. എന്തിൻ്റെ ആവശ്യമാണെന്ന് നോക്കിക്കേ, നമുക്ക് വല്ല പ്രയോജനമുള്ള കാര്യമാണോ? അത് പോട്ടെ, നമ്മൾ വിശ്വസിച്ച് നമ്മൾ ചെയ്തു, നമ്മുടെ സമയവും പോയി, നമ്മുടെ പൈസയും പോയി, എന്നിട്ട് ഇയാൾ നമ്മുടെ ശത്രുവാണ്. മനസ്സിലായോ? ഇപ്പോഴും നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുക. എന്നാ ചെയ്യാനാന്ന് പറ? ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. എന്നിട്ട് പുള്ളി ഇപ്പോഴും സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുക, നമ്മൾ ഭയങ്കര അപരാധി. മനസ്സിലായോ? ഞാൻ തെളിവുകളാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇടാവേ, എത്ര രൂപയാണ് വന്നതെന്നും എത്ര രൂപ നമുക്ക് കുറച്ച് തന്നിട്ടുണ്ടെന്നും ഒക്കെ ഞാൻ ഇടാം. ഭയങ്കര കഷ്ടം തന്നെയാണ്.